all, welcome to Learn with Mizna and it's me, Mizna. ഇന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി അല്ലെ. നമ്മൾ ലാസ്റ്റ് സൺഡേ ക്ലാസ് 10th ക്ലാസ് വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. ഇന്നത് ഒരാഴ്ചയായി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരത്തില്. അതുകൂടാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല ഫീഡ്ബാക്സ്, അതായത് പോസിറ്റീവും നെഗറ്റീവും ആയ ഫീഡ്ബാക്സ് എല്ലാവരും തുറന്നു പറഞ്ഞു. അതിനും വളരെയധികം നന്ദി. സോ ഇന്നത്തെ ക്ലാസ് വീഡിയോയില് നമ്മൾ ക്ലാസ് 10th ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് 10th വീഡിയോ ആണ്. Part 3 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ Part 3 വീഡിയോ ആണിത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് റിയാക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിയാക്ഷൻ, ഹൗ ടു ബാലൻസ് എ റിയാക്ഷൻ ആൻഡ് ടൈപ്സ് ഓഫ് റിയാക്ഷനിലെ നമ്മൾ കോമ്പിനേഷനും ഡീകമ്പോസിഷൻ റിയാക്ഷനും ആണ് നമ്മൾ ഇതുവരെ എടുത്തത്. ഇന്ന് നമ്മൾ നെക്സ്റ്റ് റിയാക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ കോമ്പിനേഷനും ഡീകമ്പോസിഷനും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും, അതായത് ഡിഫറൻഷിയേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ്, എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? വെൻ 2 or more substances react to form a single product. ഡീകമ്പോസിഷനോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. When a single reactant breaks down in the presence of energy to form 2 or more products. രണ്ടാമത്, കോമ്പിനേഷൻ, most of the combination reactions are exothermic in nature, whereas decomposition law, most of the decomposition reactions are endothermic in nature. അതിന്റെ ഓരോ എക്സാമ്പിൾസും കൊടുക്കുക. ഇതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോമ്പിനേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ടാബുലർ ഫോമിലാണ് നിങ്ങൾ എഴുതേണ്ടത്. നമ്മൾ ഇന്ന് അടുത്ത റിയാക്ഷൻ ആണ് നോക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആ പേരിൽ നിന്ന് മനസ്സിലാവും, ഡിസ്പ്ലേസ്മെന്റ് എന്തിനെയോ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇനി എന്തിനെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം അതിന്റെ ഡെഫിനിഷൻ നോക്കാം. When a more reactive element displaces a less reactive element in a compound, then the reaction is said to be displacement reaction. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞ സീരീസ് നിങ്ങൾ ക്ലാസ് 9th പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? KNA, K stands for potassium, Na stands for sodium, KNaCa, MgAl, Zn, Fe, അങ്ങനെ ഒരു റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട്. റിയാക്ടിവിറ്റി സീരീസ് അറിയാത്തവർക്ക് ഇന്നത്തെ നോട്ട്സിൽ ഞാൻ ലിസ്റ്റിൽ ഇടുന്നതായിരിക്കും. അതായത് ഈ നോട്ട്സിന്റെ ഒരു ലിങ്ക് എന്നും ഞാൻ ഇപ്പോൾ തൊട്ട് 2 ദിവസം തൊട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നോട്ട്സിന്റെ ലിങ്കിൽ നിങ്ങൾക്ക് റിയാക്ടിവിറ്റി സീരീസ് ഉണ്ടാവും. ആ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഒരു റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് നടക്കുവോ ഇല്ലേ എന്ന് മനസ്സിലാകുമ്പോഴുള്ളൂ. സോ നിങ്ങൾ അത് ഓൾറെഡി 9th പഠിച്ചാണ്. KNaCa, MgAl, Zn, Fe, അതാണ് റിയാക്ടിവിറ്റി സീരീസ്. അതിൽ K എന്ന് പറയുമ്പോൾ പൊട്ടാഷ്യം വളരെ റിയാക്റ്റീവ് ആണ്. താഴത്തോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കുറയും എന്നാണ് അതിന്റെ അർത്ഥം. സോ ഒരു എലിമെന്റ് അതിന്റെ റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അത് ഒരു കമ്പൗണ്ടിലുള്ള ലെസ് റിയാക്റ്റീവ് എലിമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യും. അതായത് ആ ലെസ് റിയാക്റ്റീവ് എലിമെന്റിനെ ചവിട്ടി പുറത്താക്കി ഈ മോർ റിയാക്റ്റീവ് എലിമെന്റ് ആ സ്ഥാനത്ത് കയറി നിൽക്കും. ഞാനത് എക്സാമ്പിളിലൂടെ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ 2 എക്സാമ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ, Fe അതായത് അയൺ പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് FeSO4 plus Cu. ഇവിടെ Fe ഒരു മോർ റിയാക്റ്റീവ് എലിമെന്റ് ആണ്. വെറാസ് ഈ കമ്പൗണ്ടിലുള്ള കോപ്പർ ആണെങ്കിലോ ലെസ് റിയാക്റ്റീവ് എലിമെന്റ് ആണ്. അപ്പോൾ ഈ മോർ റിയാക്റ്റീവ് എലിമെന്റ് ആയ അയണ് ഈ കോപ്പറിന്റെ സ്ഥാനത്ത് കയറി നിന്നിട്ട് ഈ കോപ്പറിനെ പുറത്താക്കും. അതായത് അയൺ പ്ലസ് കോപ്പർ സൾഫേറ്റ് എന്നുള്ളത് കോപ്പറിനെ കോപ്പർ സൾഫേറ്റിൽ നിന്ന് മാറ്റി അയൺ അവിടെ കയറി വയ്ക്കുക. അപ്പൊ അയൺ സൾഫേറ്റ് പ്ലസ് കോപ്പർ. നിങ്ങൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ഈ റിയാക്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കാണ്ട് തന്നെ എഴുതാം. സോ ഇവിടെ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ അയൺ ആണ് ആദ്യം വരുന്നത്, കോപ്പർ ആണ് നെക്സ്റ്റ് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. When a more reactive element displaces a less reactive element from a compound, then the reaction is said to be displacement reaction. അതായത് റിയാക്ടിവിറ്റി സീരീസിൽ ഉയർന്നു വരുന്ന എലിമെന്റ്
ഒരു കമ്പൗണ്ട്, ഇതൊരു എലിമെന്റ് ആണ്, അതിന്റെ കമ്പൗണ്ട് അല്ല, ഇതൊരു കമ്പൗണ്ട്. ആ കമ്പൗണ്ടിനുള്ളിലുള്ള ലെസ് റിയാക്റ്റീവ് എലിമെന്റിനെ ചവിട്ടി പുറത്താക്കി ഈ മോർ റിയാക്റ്റീവ് എലിമെന്റ് ആ സ്ഥാനത്ത് കയറി ഇരിക്കും. എന്നെ മറ്റേത് എലിമെന്റ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ നോക്ക്, PB അതായത് ലെഡ് പ്ലസ് കോപ്പർ ക്ലോറൈഡ് ഗീവ്സ് ലെഡ് ക്ലോറൈഡ് പ്ലസ് കോപ്പർ. അഗെയിൻ ഇവിടെ ലെഡ് കോപ്പറിനേക്കാളും റിയാക്റ്റീവ് ആണ്. അപ്പൊ കോപ്പറിനെ പുറത്താക്കി ലെഡ് ആ സ്ഥാനത്ത് കയറി ഇരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞാൽ മാത്രമേ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആ പേരിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ എത്ര പ്രാവശ്യം ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്? വെറും ഒരു പ്രാവശ്യം. ഡബിൾ ഡിസ്പ്ലേസ്മെന്റിലോ 2 പ്രാവശ്യം ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? A reaction where exchange of ions takes place. ആ റിയാക്ഷനിൽ അയോൺസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് നടക്കും. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനെ പറയുന്ന പേരാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി ഇവിടെ 2 കമ്പൗണ്ട്സ് ഉണ്ട്, സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും. ഇതിനെ ഈ സോഡിയം സൾഫേറ്റിന്റെ കൂടെയും ക്ലോറിന്റെ കൂടെ ബേരിയമാണ്. ഇവർ രണ്ടുപേരും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. അതായത് സോഡിയം ക്ലോറിന്റെ കൂടെയും ബേരിയം സൾഫേറ്റിന്റെ കൂടെയും ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്താണ്? സോഡിയം ക്ലോറൈഡും ബേരിയം സൾഫേറ്റും ആയി മാറും. ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് ഒരു പേരും കൂടിയുണ്ട്, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. കാരണം ഈ റിയാക്ഷന്റെ റിസൾട്ടിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. എന്താണ് പ്രസിപ്പിറ്റേറ്റ്? ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ ഒരു ഇൻസോലുബിൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. എന്താണ് ഇൻസോലുബിൾ? നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ കലങ്ങുന്ന ഡിസോൾവ് ചെയ്യുന്ന സാധനങ്ങളിനെ നമ്മൾ സോലുബിൾ എന്നും ഡിസോൾവ് ചെയ്യാത്ത സബ്സ്റ്റൻസസിനെ ഇൻസോലുബിൾ എന്ന് പറയും. സോ ബേരിയം സൾഫേറ്റ് നമ്മൾ വെള്ളത്തിൽ ഏതൊരു ലിക്വിഡിൽ ഇട്ടാൽ അത് ഡിസോൾവ് ആകില്ല. സോ ഒരു ഡിസ്പ്ലേസ്മെന്റ് എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് നടക്കുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് ആസ് precipitation reaction. So double displacement reaction വേറൊരു പേരാണ് precipitation reaction. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ double displacement reaction is a reaction in which exchange of ions takes place. Ions തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. സോ ഈ അയോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് നടക്കാം എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ഈ മെറ്റൽ പാർട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമായി മാറും. ഇവിടെ സോഡിയത്തിന് കൂടെയാണ് സൾഫേറ്റ്, ബേരിയത്തിന് കൂടെയാണ് ക്ലോറിൻ. സോ റിസൾട്ടിൽ സോഡിയത്തിന് കൂടെ ക്ലോറിൻ പോകും, സൾഫേറ്റിന് കൂടെ ബേരിയം പോകും. ഇവിടെ ഒരു ഇൻസോലബിൾ ആയ, അതായത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാത്ത ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയും. ഇവിടുത്തെ ഇൻസോലബിൾ പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റ് ആണ്. സോ നമ്മളിപ്പോ രണ്ട് റിയാക്ഷൻസ് പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റും ഡബിൾ ഡിസ്പ്ലേസ്മെന്റും. ഇത് തമ്മിൽ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താലോ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദ്യം ഡെഫിനിഷൻ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ എന്താണ്? more reactive element displaces a less reactive element, then the reaction is said to be displacement. Double displacement, then a reaction in which exchange of ions takes place is called as double displacement reaction. രണ്ടാമത് displacement reaction, no precipitate is formed. Double displacement a precipitate is formed. Okay, and ഇവിടെ ഡിസ്പ്ലേസ്മെന്റിൽ an element is involved. ഇവിടെയോ എലിമെന്റ് ഇസ് നോട്ട് ഇൻവോൾവ്. എന്താണ് എലിമെന്റ് എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് ഒരു ഭാഗം, ഇതിന് രണ്ടിന്റെയും ഒരു ഭാഗം എലിമെന്റ് ആണ്, കമ്പൗണ്ട് അല്ല. ഇവിടെ ഒരു കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കി മറ്റത് ഒരു എലിമെന്റ് ആണ്. ഇവിടെയോ രണ്ടും കമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ മോർ റിയാക്റ്റീവ് എലിമെന്റ് അങ്ങനെ എലിമെന്റ് വൈസ് പറയുന്നതും ഇവിടെ അയോൺ വൈസ് പറയാൻ കാരണം അതാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഡിസ്പ്ലേസ്മെന്റിൽ ഒരു എലിമെന്റും ഒരു കമ്പൗണ്ടും ആണെങ്കിൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. രണ്ടും കമ്പൗണ്ട്സ് ആണെങ്കിൽ അത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എക്സാമ്പിളും കൊടുക്കാം. നമുക്ക് 2 പോയിന്റ് മെയിൻ ആയിട്ട് എഴുതാം. ഡെഫിനേഷനും പ്രസിപ്പിറ്റേറ്റിന്റെ ഒരു പോയിന്റും കൂടെ എഴുതി ആ എക്സാമ്പിളും കൂടെ എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ നോട്ട്സ് ഞാൻ ഇന്ന് താഴത്തെ ലിങ്കിൽ തരുന്നതായിരിക്കും. സോ ഒന്നുകൂടെ മനസ്സിലായല്ലോ ഡിസ്പ്ലേസ്മെന്റ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിൽ കൂടുതലുള്ള എലിമെന്റ് കുറവുള്ള എലിമെന്റിനെ മാറ്റി അത് ജോയിൻ ചെയ്യും. ആ കമ്പൗണ്ടിന്റെ മറ്റ്
നെഗറ്റീവ് പാർട്ടായിട്ട് ജോയിൻ ചെയ്യും. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് രണ്ടും പരസ്പരം അവരുടെ പ്ലേസുകൾ തമ്മിൽ മാറ്റും. ഡബിൾ ഡിസ്പ്ലേസ്മെന്റിൽ ഒരു ഇൻസോലബിൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതിനാൽ അതായത് അതിനെ പ്രസിപ്പിറ്റേറ്റ് എന്നാണ് പറയുന്നത്. ആ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ റിയാക്ഷനെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയും. വേറെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ അങ്ങനെ ഒരു പ്രസിപ്പിറ്റേറ്റ് തന്നെ ഫോം ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിപ്പോ 4 റിയാക്ഷൻസ് പഠിച്ചു: കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. ഇതെല്ലാം ഈ ടെക്സ്റ്റിൽ ഓരോ എക്സാമ്പിൾ എന്തായാലും നിർബന്ധമായി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ അതായത് അത് സോൾവ് ചെയ്ത് തന്നെ അതിനെ ബാലൻസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഇനി ഞാൻ അടുത്ത റിയാക്ഷനിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ കാൽഷ്യം Ca+KSFO. ഈ റിയാക്ഷൻ എനിക്ക് പൊട്ടാഷ്യത്തിന് കെ എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യമാണ് കേട്ടോ. നമുക്ക് പൊട്ടാഷ്യത്തിന്റെ സ്ഥാനത്ത് കാൽഷ്യം എന്ന് എഴുതാൻ പറ്റും. അത് ഇങ്ങനെ എഴുതാൻ പറ്റും. എനിക്ക് എഴുതാൻ പറ്റില്ല. ഈ റിയാക്ഷൻ റോങ് ആണ്. അത് എന്തുകൊണ്ടാണ് റോങ്? കാരണം നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ആദ്യം ആരാണ് വരുന്നത്? ആരാണ് കൂടുതൽ റിയാക്റ്റീവ്? പൊട്ടാഷ്യമാണ് കൂടുതൽ റിയാക്റ്റീവ്. വെറാസ് കാൽഷ്യം റിയാക്ടിവിറ്റി സീരീസിൽ കുറവാണ്. ഞാൻ എന്താണ് നമ്മുടെ ഡെഫിനിഷൻ ഡിസ്പ്ലേസ്മെന്റിന്റെ? വെൻ എ മോർ റിയാക്റ്റീവ് എലിമെന്റ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലിമെന്റ്. അപ്പൊ ഒരിക്കലും കാൽഷ്യത്തിന് സൾഫേറ്റിനെ പൊട്ടാഷ്യത്തിന് തട്ടി മാറ്റി ജോയിൻ ചെയ്യും. കാരണം പൊട്ടാഷ്യം കുറച്ചുകൂടി ശക്തവാനാണ്, അല്ലെങ്കിൽ മോർ റിയാക്റ്റീവ്. ശക്തിയുള്ള ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് പുഷ് ചെയ്ത് മാറ്റാൻ പറ്റില്ലല്ലോ. സോ സെയിം കേസില് കാൽഷ്യം ലെസ് റിയാക്റ്റീവും പൊട്ടാഷ്യം മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല. സോ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഈ റിയാക്ഷൻ നടക്കുമോ അങ്ങനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസ് എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അത് ഞാൻ ഇന്നത്തെ നോട്ട്സിൽ തരുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് അതിന്റെ ബാലൻസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം: ദിസ് റിയാക്ഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ് ആസ് കാൽഷ്യം ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ പൊട്ടാഷ്യം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് റിയാക്ഷനിലേക്ക് പോവുകയാണ്. ഓക്സിഡേഷൻ. ഈ പോർഷൻ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം ഇത് കുറച്ച് കൺഫ്യൂഷൻ നിറഞ്ഞതാണ്. കുറെ കുട്ടികൾ തെറ്റുവെക്കുന്ന ഭാഗമാണ്. സോ വാട്ട് ഈസ് ഓക്സിഡേഷൻ റിയാക്ഷൻ? ആ പേരിൽ നിന്നുണ്ട്. ഒരു സാധനത്തിന് ഓക്സിജൻ ഗെയിൻ ചെയ്താൽ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടിയാൽ സച്ച് റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓർ നമുക്ക് വേറൊരു ടേംസിൽ പറയാം, ഇറ്റ് ഈസ് എ ലോസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ അതിൽ നിന്ന് ലൂസ് ആയാലും അത് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഈതർ നമ്മൾ ഗെയിൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ലൂസ് ഓഫ് ഹൈഡ്രജൻ. നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. കോപ്പർ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കോപ്പർ ഓക്സൈഡ്. ഇതിൽ കോപ്പറിന് ഓക്സിജൻ ഇല്ല. ആഫ്റ്റർ ദ റിസൾട്ട് പ്രോഡക്റ്റ് റിയാക്ഷന് ശേഷം കോപ്പറിന് ഓക്സിജൻ കിട്ടി. സോ ഗെയിൻ ഓഫ് ഓക്സിജൻ നടക്കുന്ന റിയാക്ഷനെയാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് റിഡക്ഷൻ റിയാക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഓക്സിജൻ നമ്മളെ വിട്ട് പോകുന്നു. ലോസ് ഓഫ് ഓക്സിജൻ ഓർ ഗെയിൻ ഓഫ് ഹൈഡ്രജൻ. ആ ഓക്സിജന് വരെ നമ്മൾ ഹൈഡ്രജൻ ഗെയിൻ ചെയ്യും. അങ്ങനെ രണ്ട് രീതിയിൽ നോക്കിയാലും അതൊരു റിഡക്ഷൻ റിയാക്ഷൻ. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗെയിൻ ഓഫ് ഓക്സിജൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഓക്സിജൻ നഷ്ടപ്പെട്ട് പോയി. ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. കോപ്പർ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് കോപ്പർ പ്ലസ് H2O. അവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ഗെയിൻ ചെയ്തു. ഇവിടെ കോപ്പറിന്റെ കയ്യിൽ നിന്ന് ഉള്ള ഓക്സിജൻ പോയി. ഓക്കെ. ഇനി റിഡോക്സ് റിയാക്ഷൻ. എന്താണ് റിഡോക്സ് റിയാക്ഷൻ? റിഡോക്സ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പ്ലസ് ഓക്സിഡേഷൻ. അതായത് ഒരു റിയാക്ഷനിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. അതായത് ഒരു സാധനത്തിൽ നിന്നും ഓക്സിജൻ പോകുന്നു, മറ്റൊരു സാധനത്തിന് ഓക്സിജൻ കിട്ടുന്നു. അങ്ങനത്തെ ഉള്ള റിയാക്ഷനെയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ റിഡക്ഷനിൽ എഴുതിയ റിയാക്ഷൻ തന്നെയാണ്. ഇവിടെ നോക്ക്, ഇവിടെ കോപ്പറിന് അതിന്റെ കയ്യിലുള്ള ഓക്സിജൻ പോകുന്നു. സോ ഇതിനെന്താ പറ്റുന്നത്? റിഡക്ഷൻ ആണ് പറ്റുന്നത്, അല്ലെ? കോപ്പറിന്റെ കയ്യിൽ നിന്നുള്ള ഓക്സിജൻ പോകുമ്പോൾ അതൊരു റിഡക്ഷൻ റിയാക്ഷൻ. ഇവിടെ ഹൈഡ്രജനോ ഓക്സിജൻ ഇല്ല, വേറെ ഇവിടെ അതിന് ഓക്സിജൻ കിട്ടുന്നു. സോ ഇവിടെ ഒരു ഗെയിൻ ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഒരേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചാൽ then it is called as redox reaction. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷനെയാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാലോ കയ്യിലുള്ള ഓക്സിജൻ നമ്മളെ വിട്ടുപോകുമ്പോഴാണ് റിഡക്ഷൻ ആവുന്നത്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സംഭവിക്കുന്നു. ഓക്സിഡേഷനും സംഭവിക്കുന്നു, റിഡക്ഷനും സംഭവിക്കുന്നു ഒരേ റിയാക്ഷനിൽ തന്നെ. then it is called as
റിഡോക്സ് റിയാക്ഷൻ. നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഒന്നുകിൽ ഡെഫിനേഷൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 2-3 ബിറ്റ്സ് ആയിട്ട് ചോദിച്ചിട്ട് അത് ചോദിക്കും ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. ഏതൊക്കെയാണോ ഓക്സിജൻ കിട്ടിയത്, ഏതൊക്കെയാണോ ഓക്സിജൻ പോയത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ രണ്ട് ബിറ്റ്സും കൂടി ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്? Oxidizing agent is a substance that gives oxygen. ഓക്സിജൻ കൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ആ പേര് തന്നെ കിട്ടുന്നില്ലേ അല്ലെ, ഓക്സിഡൈസിങ് ഏജന്റ്. അതായത് ഓക്സിജൻ കൊടുക്കുന്ന ഏജന്റ് സബ്സ്റ്റൻസിനെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ഏജന്റോ, ഓക്സിജൻ എടുക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നു. സപ്പോസ് ഈ റിയാക്ഷൻ വിച്ച് ഇസ് ഓക്സിഡൈസിങ് ഏജന്റ്, ആരാണ് ഓക്സിജൻ കൊടുക്കുന്നത്? കോപ്പർ ആണ് ഓക്സിജൻ കൊടുക്കുന്നത്. Therefore, copper is a oxidizing agent. ആരാണ് അത് വാങ്ങിക്കുന്നത്? ആ ഓക്സിജൻ വാങ്ങിക്കുന്ന ആളാരാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്. മനസ്സിലായല്ലോ? കൊടുക്കുന്ന ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഏജന്റിനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്നും, ഓക്സിജൻ വാങ്ങിക്കുന്ന ആളെ സബ്സ്റ്റൻസിനെ റെഡ്യൂസിങ് ഏജന്റ് എന്നും പറയും. നമുക്ക് 2 എക്സാമ്പിളും കൂടി ഇതിനെ ബേസ് ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്നിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതൊരു റിഡോക്സ് റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. manganese oxide, Mn stands for manganese. Manganese oxide plus hydrochloric acid gives manganese chloride plus water plus chlorine. ഇവിടെ ആർക്കാണ് ഓക്സിജൻ ഉള്ളത്? ഇതിനാണ് ഓക്സിജൻ ഉള്ളത്. ഇത് ഇവിടെ എത്തുമ്പോൾ അത് ഓക്സിജൻ ഇല്ലാണ്ടാവും. അതായത് ഇതിന് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇതൊരു ഓക്സിജൻ കൊടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ടേംസ് മനസ്സിലാക്കുക. ഓക്സിജൻ പോയതുകൊണ്ട് തന്നെ അതിന്റെ റിയാക്ഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ ഇത് ഓക്സിജൻ കൊടുത്തു, അതിന്റെ കയ്യിലുള്ള ഓക്സിജൻ കൊടുത്തു. അപ്പൊ അത് എന്ത് സബ്സ്റ്റൻസ് ആണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇവിടെയോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവിടെ Cl ആണുള്ളത്. ആ ഹൈഡ്രജൻ ഇവിടെ ഓക്സിജൻ കിട്ടുന്ന സാധനമാണ്. സോ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടുന്നു. അതിന്റെ റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. പക്ഷെ ഹൈഡ്രജൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്. ഒരു സാധനത്തിന്റെ അതായത് മാംഗനീസ് ഓക്സൈഡിൽ റെഡ്യൂസ് ചെയ്യിപ്പിക്കണം, സാധനം റെഡ്യൂസ് ചെയ്യിപ്പിക്കണം. സോ therefore it is a reducing agent. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരു റിയാക്ഷൻ ഓക്സിജൻ ഒരു സബ്സ്റ്റൻസിൽ നഷ്ടപ്പെട്ടാൽ ആ റിയാക്ഷനെ പറയുന്ന പേര് റിഡക്ഷൻ ആണ്. പക്ഷെ ആ ഓക്സിജൻ കൊടുക്കുന്ന ആളെ പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ്. അതേപോലെ തന്നെ ഒരു റിയാക്ഷൻ ഒരു സാധനത്തിന് ഗെയിൻ ഓഫ് ഓക്സിജൻ കിട്ടിയാൽ ആ റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ ആ കിട്ടുന്ന ആളെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. ഈ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്ന് നമ്മളെല്ലാം ടൈപ്സ് ഓഫ് റിയാക്ഷൻ ഡിസ്കസ് ചെയ്തു. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഡിഫറൻസിയേഷൻ നമ്മൾ ഇന്ന് കേട്ടു. ഡിസ്പ്ലേസ്മെന്റും ഡബിൾ ഡിസ്പ്ലേസ്മെന്റും നമ്മൾ പഠിച്ചു. അതിന്റെ ഡിഫറൻസിയേഷനും കേട്ടു. ഓക്സിഡേഷനും റിഡക്ഷനും നമ്മൾ ഇന്ന് പഠിച്ചു. റിഡോക്സ് റിയാക്ഷനും ഓക്സിഡൈസിങ് ഏജന്റ് എന്താണെന്നും റെഡ്യൂസിങ് ഏജന്റ് എന്താണെന്നും ഇന്നെല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ ഞാൻ ഇന്നൂടെ ഒരു റീക്യാപ്പ് നടത്തുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണെന്ന്. ആദ്യം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? വെൻ a more reactive element displaces a less reactive element, then such reactions are called as ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. നെക്സ്റ്റ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 കമ്പൗണ്ട്സ് തമ്മിലാണ് റിയാക്ഷൻ സച്ച് ദാറ്റ് there will be an exchange of ions. ഇതിന്റെ റിസൾട്ടിൽ ഒരു ഇൻസോളബിൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് കൂടി പറയും. ഓക്സിഡേഷൻ റിയാക്ഷൻ ഒരു ഓക്സിജൻ ഗെയിൻ ഓഫ് ഓക്സിജൻ ഉണ്ടാവുന്ന റിയാക്ഷനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷനോ ഒരു ആളുടെ കയ്യിൽ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ലോസ് ഓഫ് ഓക്സിജൻ എന്നാണ് റിയാക്ഷൻ നടത്തുന്ന റിയാക്ഷനെയാണ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനത്തിൽ നടന്നാൽ then it is called as a redox reaction. ഓക്സിജൻ കൊടുക്കുന്ന ആളെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്നും ഓക്സിജൻ സ്വീകരിക്കുന്ന ആളെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് പറയാം. നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഇതിനെ ഡിഫറൻസിയേഷൻ ചോദിക്കാം, ഇതിന്റെ ഡെഫിനിഷൻസ് ചോദിക്കാം, അതേപോലെ തന്നെ ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ദ റെഡ്യൂസിങ് ഏജന്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് റിയാക്ഷൻ എന്നൊരു പോർഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് കൊറോഷനും റാൻസിഡിറ്റി എന്നൊരു 2 ചെറിയ പോർഷനോടെ നമ്മുടെ ഈ ചാപ്റ്റർ ഇന്ന് അവസാനിക്കും.
നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. സോ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. പാർട്ട് 4 ആയിട്ട് മറ്റന്നാള് എന്തായാലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏതായാലും മറ്റന്നാൾ നമ്മൾ ആ ഒരു പോർഷൻ കൂടി കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആവും. സോ എല്ലാവരും ഈ പാർട്ട് 3 ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പാർട്ട് 1ഉം പാർട്ട് 2 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക, അതിനുശേഷം പാർട്ട് 3 കാണുക. എന്നാലും നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സായിട്ടും. എഗെയിൻ ഞാൻ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു പറയണം നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ ഫീഡ്ബാക്കിനും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസിനും ലൈക്കിനും ഷെയറിനും എല്ലാത്തിനും ഒരു ബിഗ് താങ്ക് യു പറയണം. നമ്മളിപ്പോൾ ഒരു ആഴ്ചയായുള്ളൂ, അതിനോട് തന്നെ നമുക്ക് 200+ സബ്സ്ക്രൈബേഴ്സ് കിട്ടി. സോ അതിന് ബിഗ് താങ്ക് യു. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ കോമന്റ്സിലെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക. കീപ് സ്മൈലിംഗ്, ബി ഹെൽത്തി, സ്റ്റേ സേഫ് ആൻഡ് ബൈ ഫ്രം മിസ്ന.